ഫ്രണ്ട്സ്, ഏവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഞാനത് പറയാൻ പോകുന്ന നമ്മുടെ ജിൻഡോ വിന്നറാകില്ല, ജാസ്മിൻ രണ്ടാം സ്ഥാനത്ത് എത്തത്തുമില്ല. അപ്പോൾ നിങ്ങൾ ഇവനെന്തായി പറയുന്നത്? അതേക്കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. ഞാൻ പറയുന്നത് ജിൻഡോ വിന്നറാകില്ല, ജാസ്മിൻ രണ്ടാം സ്ഥാനത്ത് എത്തത്തില്ല, പകരം വേറൊരാൾ വരും. വമ്പൻ ടെസ്റ്റാണ് നടക്കാൻ പോകുന്നത്. സൂക്ഷിച്ചില്ലെങ്കിൽ ജിൻഡോ വിന്നറാകില്ല. അത് ജിൻഡോയുടെ ഫാൻസ് അല്ല ജാസ്മിൻ്റെ ഫാൻസ് സൂക്ഷിക്കുക. അതിനൊരു കാരണമുണ്ട്, ഞാൻ പറയാം. കുറച്ച് പ്രമുഖരായിട്ടുള്ള മത്സരാർത്ഥികൾ എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ലപോലെ സിജോ ഉൾപ്പെടെ പുറത്തു പോയി. അപ്പോൾ അവരുടെ എല്ലാം വോട്ട്, ഇപ്പോൾ സിജോ ഇന്നാണ് പുറത്തായത്, അല്ലാതെ അതിന് മുന്നേ പോയ ആളുകളുടെ എല്ലാം വോട്ട് നമ്മുടെ അർജുന് കിട്ടിയിട്ടുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അർജുൻ ഒരു നേരത്തെയൊക്കെ വോട്ടിൽ ഒരു 4ാം സ്ഥാനം 3ാം സ്ഥാനം ഒരു 5ാം സ്ഥാനം 4ാം സ്ഥാനം 5ാം സ്ഥാനത്ത് നിന്ന വ്യക്തിയാണ്. ഇപ്പം ജാസ്മിൻ്റെ ഒപ്പം വന്നിരിക്കുകയാണ്. ഇപ്പം 2ാം സ്ഥാനമാണ് അർജുൻ. ഇത്തവണ വോട്ടിംഗ് ലിസ്റ്റിൽ 2ാം സ്ഥാനത്താണ് അർജുൻ വന്നത്. ജാസ്മിൻ 3ാം സ്ഥാനത്തേക്ക് പോയി. അപ്പോൾ അതെങ്ങനെയാണ് ഇത് സംഭവിച്ചത്? അർജുനാണ് ഗെയിം വലിയ പോലെ ഗെയിമൊന്നും കളിക്കുന്നില്ല. അതിൻ്റെ കാരണം എന്താണ്? നിങ്ങൾ ശ്രദ്ധിച്ചോണ്ടെന്ന് അറിയത്തില്ല. ജാസ്മിനും നമ്മുടെ ജിൻഡോയുമാണ് അവിടെ കൂടുതൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തത്. പക്ഷേ ഇപ്പോൾ ഒരു 60 എപ്പിസോഡായി കഴിഞ്ഞപ്പം അവർ അധികം കണ്ടന്റ് ഇല്ലാതായി. അവരധികം പിന്നെ അങ്ങനെ വലിയ കണ്ടന്റൊന്നും ഇല്ലാതെ വലിയ കളിയൊന്നുമില്ല. അപ്പം ആദ്യകാലങ്ങളിൽ അവരുടെ ആ ഇത് കണ്ടിട്ട്, അവരുടെ കളി കണ്ടിട്ട് ഇഷ്ടപ്പെട്ടവരാണ് അവരുടെ ഫാൻസ് കൂടുതൽ, ഈ ജിൻഡോയ്ക്കും ജാസ്മിനും. അവസാന ഘട്ടത്തിലാണ് അർജുൻ കയറി വന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല മത്സരാർത്ഥികൾ കുറച്ച് പേര് ഔട്ടായി. അപ്പോൾ അവരുടെ ഫാൻസുകാർ അർജുനെ സപ്പോർട്ട് ചെയ്തു. അങ്ങനെയാണ് അർജുൻ അവിടെ വന്നത്. നിങ്ങൾക്ക് കാര്യം മനസ്സിലായോ? ഇപ്പം റോക്കി ഉൾപ്പെടെ അർജുനെ സപ്പോർട്ട് ചെയ്ത് രംഗത്ത് വന്നിട്ട്. അപ്പോൾ കഴിഞ്ഞ തവണ എന്ന് പറഞ്ഞാൽ പുറത്തായ കണ്ടസ്റ്റൻസ് മിക്കവരും അർജുനെ സപ്പോർട്ട് ചെയ്ത് രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഫാൻസുകാരുടെ സപ്പോർട്ട് അർജുന് കിട്ടും. സിജോ പുറത്തായിട്ടുണ്ട്, സിജോയുടെ ഫാൻസുകാരുടെ സപ്പോർട്ട് ഇനി അർജുന് കിട്ടും. പിന്നെ ശ്രീധുവിൻ്റെ കാര്യമാണ്. ശ്രീധു എങ്ങനെയാണെന്ന് നമുക്ക് ഒരു പിടുത്തവും ഇല്ല. ശ്രീധു ചിലപ്പം നമ്മുടെ മുടിയനെ വരെ കടത്തി വിട്ടാണ്. മുടിയൻ്റെ അഥവാ മുടിയൻ ഔട്ടാവുകയാണെങ്കിൽ, നമ്മുടെ കൃഷി ഔട്ടാവുകയാണെങ്കിൽ ആ സപ്പോർട്ട് ഫുള്ള് നമ്മുടെ അഭിഷേകിന് കിട്ടും. പക്ഷെ ജാസ്മിനും നമ്മുടെ ജിൻഡോപ്പനും സപ്പോർട്ട് കിട്ടത്തില്ല. മറ്റുള്ളവരൊക്കെ അവർക്ക് സപ്പോർട്ടുണ്ട്, എന്നാൽ അർജുന അങ്ങ് സപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞ് മറ്റുള്ളവരുടെ കണ്ടസ്റ്റൻസിൻ്റെയൊക്കെ ഫാൻസുകാരുണ്ടല്ലോ, അവർ ഇവരെ പോയി സപ്പോർട്ട് ചെയ്യും അർജുന്. അതാണ് അർജുൻ ഇപ്പോൾ 2ാം സ്ഥാനത്ത് എത്തി. ഒരു പക്ഷേ ഇങ്ങനെ പോയാൽ ജിൻഡോയുടെ 1ാം സ്ഥാനം തെറിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പം ജിൻഡോയാണോ ജാസ്മിനാണെന്ന് പറയും, ഇവരുടെ രണ്ടുപേരുടെയും സ്ഥാനം തെറിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ജാസ്മിനെ വോട്ട് ചെയ്തൊരു ജാസ്മിൻ വോട്ട് ചെയ്യുക, ജിൻഡോയ്ക്ക് വോട്ട് കൊടുക്കും ജിൻഡോയ്ക്ക് വോട്ട് ചെയ്യുക, അഭിഷേകിന് വോട്ട് ചെയ്തൊരു അഭിഷേകിന് വോട്ട് ചെയ്യുക. നിങ്ങളുടെ വോട്ട് പരസ്പരം മാറിപ്പോകാതിരിക്കാൻ നോക്കുക. നിങ്ങൾ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് അവർക്ക് നിങ്ങൾ വോട്ട് ചെയ്യുക. ഓക്കെ, ഫാൻസുകാർ അവരുടെ വോട്ട് കൊടുത്തോട്ടെ. പക്ഷേ നിങ്ങൾ ആരെയാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത്, അല്ല നിങ്ങൾ അവർക്ക് കൊടുക്കുക. അപ്പോൾ എൻ്റെ ഈ കൊച്ചു വീഡിയോയുടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനലിലൂടെ സബ്സ്ക്രൈബ്. താങ്ക് യു, ബൈ.